നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വറിനെ പോലീസ് വൈദ്യപരിശോധനയ്ക്കും അതുപോലെ തന്നെ കോടതിയിൽ ഹാജരാക്കാനും തെളിവെടുപ്പിനുമായി ഒക്കെ വീട്ടിലെത്തിക്കുന്നു, അത് പല സ്ഥലങ്ങളിൽ എത്തിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴെല്ലാം രാഹുൽ ഈശ്വർ വിളിച്ചു പറഞ്ഞൊരു കാര്യം, അതായത് ഈ ഒരു ജാമ്യം തള്ളപ്പെട്ടപ്പോൾ രാഹുൽ ഈശ്വർ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് പച്ചക്കള്ളമാണ് പോലീസ് പറയുന്നത്, അതായത് തനിക്കെതിരെ പച്ചക്കള്ളങ്ങൾ കോടതിയിൽ പറഞ്ഞു എന്നതടക്കമുള്ള പോലീസിനെതിരെ അതിരൂക്ഷമായൊരു വിമർശനമായിരുന്നു രാഹുൽ ഈശ്വർ ഉന്നയിച്ചത്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിച്ചുകൊണ്ട് താൻ ഇനിയും വീഡിയോകൾ ചെയ്യുമെന്നും അതിനൊരു മാറ്റവുമില്ല എന്നും രാഹുൽ ഈശ്വർ ഉറക്കെ പറയുകയുണ്ടായി. അതിജീവിതയെ രാഹുൽ ഈശ്വർ അപമാനിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ച് ഭാര്യ ദീപ രാഹുൽ ഈശ്വറും രംഗത്ത് വന്നിരിക്കുകയാണ്. സ്റ്റേഷനിൽ ഹാജരാകാൻ രാഹുലിന് നോട്ടീസ് കിട്ടിയിരുന്നില്ലെന്നും പറഞ്ഞ വാക്കുകൾ പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുകയായിരുന്നുവെന്നും ദീപ പറഞ്ഞു. റിമാൻഡ് ചെയ്തപ്പോൾ ജയിലിനുള്ളിൽ നിരാഹാര സമരം ഇരിക്കുമെന്നും രാഹുൽ ഈശ്വർ വ്യക്തമാക്കി. അങ്ങനെ തന്നെ മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും അവർ പറഞ്ഞു. പോലീസ് വീട്ടിൽ വന്നപ്പോൾ നോട്ടീസ് തന്നിരുന്നില്ല, എന്നാൽ നോട്ടീസ് തന്നിട്ട് കൈപ്പറ്റാൻ വിസമ്മതിച്ചതായാണ് പോലീസ് കോടതിയിൽ പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും കള്ളമാണ്, തുടർ നടപടികളിലേക്ക് കടക്കാനാണ് നിലവിലെ തീരുമാനമെന്നും ദീപ രാഹുൽ പറഞ്ഞു. മാത്രമല്ല, സൈബർ അധിക്ഷേപ കേസിൽ രാഹുൽ ഈശ്വർ ഇന്ന് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ അപ്പീൽ നൽകും. ഇന്നലെ രാഹുലിന്റെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ACJയും കോടതി തള്ളിയിരുന്നു. 14 ദിവസത്തേക്കാണ് രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്തത്. അന്വേഷണം നടക്കുമ്പോൾ ഇത്തരം പോസ്റ്റുകൾ ഇത്ര ചെറുതായി കാണാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു തിരുവനന്തപുരം ACJയും കോടതി രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയ്ക്കെതിരെ സൈബർ അധിക്ഷേപം നടത്തിയതിനായിരുന്നു രാഹുൽ ഈശ്വർ അറസ്റ്റിലായത്. എന്തായാലും ജയിലിൽ നിരാഹാരത്തിലാണ് രാഹുൽ ഈശ്വർ. കഴിഞ്ഞ ദിവസം വൈകിട്ട് രാഹുൽ ഈശ്വർ രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കില്ല, നിരാഹാര സമരത്തിലാണെന്ന് ജയിൽ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തു. കുടിക്കാൻ വെള്ളം വേണമെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടത്. തനിക്കെതിരെ എടുത്തത് കള്ളക്കേസെന്ന് ആരോപിച്ചായിരുന്നു നിരാഹാരം. അതിനിടെ കേസിലെ മറ്റു പ്രതികളായ സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ നൽകിയിരുന്നു. എന്തായാലും രാഹുൽ ഈശ്വറിനെതിരെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് കള്ളക്കേസെന്ന് ഭാര്യ ദീപ അടക്കമുള്ളവർ ആവർത്തിക്കുന്നുണ്ട്. അറസ്റ്റ് ആദ്യം നടക്കട്ടെ, പിന്നീട് കുറ്റം കണ്ടുപിടിക്കുക എന്ന നിലപാടായിരുന്നു രാഹുലിന്റെ കാര്യത്തിൽ എന്നായിരുന്നു ദീപ പറഞ്ഞത്. പിന്നീട് കസ്റ്റഡിയിലെടുത്തത് നോട്ടീസ് പോലും നൽകാതെയാണെന്നും ജാമ്യം നിഷേധിച്ചതാകാം നിരാഹാരത്തിന് കാരണമെന്നും അതിജീവിത കള്ളം പറയുകയാണെന്നും ദീപ പറഞ്ഞു. പോലീസിന്റെ വാദം പച്ചക്കള്ളമെന്ന് പറഞ്ഞ ദീപ അതിജീവിത ഇര എന്നൊക്കെ പറയുന്നത് പോലും ശരിയല്ല എന്നും വ്യക്തമാക്കി. എല്ലാവരും ഇര എന്നാണ് പറയുന്നത്, 2 വ്യക്തികളാണുള്ളത്, രണ്ടുപേരുടെ ഭാഗത്തും ശരി തെറ്റുമുണ്ടാകും. അപ്പോൾ ഒരാൾ മാത്രമേ ഇങ്ങനെ തെറ്റാകും. അതിനെതിരെ സംസാരിച്ച ഒരാൾക്ക് ജാമ്യം പോലും നിഷേധിക്കുന്നതിനുള്ള എതിർപ്പിന്റെ ഭാഗമായാണ് രാഹുൽ ഈശ്വർ നിരാഹാരം കിടക്കുന്നതെന്നും ദീപ പറഞ്ഞു. മാത്രമല്ല, രാഹുൽ ഈശ്വർ പരാതിക്കാരിക്കെതിരെ സംസാരിച്ചിട്ടില്ലെന്നും പരാതിക്കാരുടെ പേരും ഐഡന്റിറ്റിയും വെളിപ്പെടുത്തുന്ന തരത്തിൽ രാഹുൽ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടിട്ടില്ല എന്നും ദീപ പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളും യൂട്യൂബ് ചാനലും പരിശോധിച്ചാൽ ഇക്കാര്യം ജനങ്ങൾക്ക് മനസ്സിലാകും. ജാമ്യം കിട്ടുന്ന കേസാണെന്ന് പോലീസ് പറഞ്ഞു. പരാതിക്കാരിക്കെതിരെയല്ല, പുരുഷന്മാർക്കൊപ്പമാണ് രാഹുലിന്റെ നിലപാട്. രാഹുലിന്റെ നിലപാട് സ്ത്രീകൾക്കാണ് ഗുണം ചെയ്യുക. സ്ത്രീകൾ തെറ്റായ കാര്യങ്ങൾ പുരുഷന്മാർക്കെതിരെ പറയുമ്പോൾ ശരിയായ കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോവുകയാണ്. ശരിക്കും സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പരാതി പറയുമ്പോൾ ദുരുപയോഗം ചെയ്യുകയാണ്, അത് നിർത്തുക തന്നെ വേണം. മീറ്റു പോലെ മെൻറ്റുവും ചർച്ച ചെയ്യേണ്ടതാണ്. പരാതിക്കാരി നിരവധി കളവുകൾ പറയുന്നുണ്ട്. ഈ കളവുകൾ രാഹുലിന്റെ പോസ്റ്റുകളിൽ തുറന്നു കാണിക്കുന്നുണ്ട്. നിസ്സഹായയായ ഒരാൾക്ക് കളവ് പറഞ്ഞ് ശ്രദ്ധ നേടേണ്ട കാര്യമില്ലല്ലോ. അത്ര നിസ്സഹായയാണെന്ന് തോന്നുന്നില്ല. ആരുടെയെങ്കിലും ഉപദേശപ്രകാരമായിരിക്കാം ഇതെല്ലാം ചെയ്യുന്നത്. നാളെ പുരുഷന്മാർക്കെതിരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ സംസാരിക്കാൻ ഒരാൾ വേണ്ടേ എന്നും ദീപ ചോദിച്ചു. അതേസമയം ഞായറാഴ്ച വൈകിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുമായി ബന്ധപ്പെട്ട ലൈംഗിക പീഡന കേസിൽ അതിജീവിതയെ സൈബർ ഇടത്തിൽ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തത്. പിന്നാലെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു, റിമാൻഡിലായിരിക്കുകയാണ്. കസ്റ്റഡിയിലെടുത്ത രാഹുലിനെ തിരുവനന്തപുരം AR ക്യാമ്പിൽ വിശദമായി ചോദ്യം ചെയ്തിരുന്നു. തിരുവനന്തപുരം സൈബർ സംഘമാണ് രാഹുൽ ഈശ്വറിനെ ഇത്തരത്തിൽ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തത്. ചാനൽ ചർച്ചകൾ വഴി പരാതിക്കാരിയായ യുവതിയെ അപമാനിക്കുന്ന തരത്തിൽ പരാമർശങ്ങൾ നടത്തുകയും യൂട്യൂബ് ചാനലിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുകയും ചെയ്തെന്നാണ് രാഹുൽ ഈശ്വർക്കെതിരായ ആക്ഷേപം. കൂടാതെ യൂട്യൂബ് ചാനലിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത രാഹുലിന്റെ ലാപ്ടോപ്പ് പോലീസ് ആവശ്യപ്പെട്ടു. എന്നാൽ ലാപ്ടോപ്പ് തന്റെ കൈവശമില്ലെന്നും ഓഫീസിലാണെന്നുമായിരുന്നു രാഹുലിന്റെ മറുപടി. യുവതി നൽകിയ പരാതിയിൽ രാഹുൽ ഈശ്വറിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് സൈബർ പോലീസ് വീട്ടിലെത്തി നോട്ടീസ് നൽകിയിരുന്നു.
നൽകിയിരുന്നു. ഇതും പ്രകാരം സ്വന്തം വാഹനത്തിൽ ഭാര്യയ്ക്കൊപ്പമാണ് രാഹുൽ AR ക്യാമ്പിലെത്തിയത്. തുടർന്ന് രാഹുലിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. രാഹുൽ മങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തില്ല എന്ന ഉറച്ച നിലപാടിലാണ് രാഹുൽ ഈശ്വർ ആയിരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ പൗടിക്കോണത്തെ വീട്ടിൽ തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോഴാണ് രാഹുൽ ഈശ്വർ ഇക്കാര്യം മാധ്യമങ്ങളോട് ഉറക്കെ വിളിച്ചു പറഞ്ഞത്. രാഹുൽ മങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തണമെന്നാണ് തന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിർത്തില്ല എന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം. പിന്നാലെ പോലീസ് കേൾക്കുമ്പോൾ രാഹുൽ ഈശ്വറും വീട്ടിലേക്ക് കയറിപ്പോയി. തുടർന്ന് തിങ്കളാഴ്ച രാവിലെ രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പ് ഉൾപ്പെടെ കണ്ടെടുക്കാനായാണ് പൗടിക്കോണത്തെ വീട്ടിലെത്തിച്ചത്. പൗടിക്കോണത്തെ വീട്ടിലാണ് രാഹുൽ ഈശ്വറിന്റെ സ്റ്റുഡിയോയും സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവിടെയാണ് തെളിവെടുപ്പ്. രാഹുൽ ഈശ്വറിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഭാര്യയും മകനും ഇവിടെ എത്തിയിരുന്നു. എന്തോ ഡിജിറ്റൽ ഉപകരണങ്ങൾ തേടിയാണ് പോലീസ് വന്നിരിക്കുന്നത് രാഹുൽ ഈശ്വറിന്റെ ഭാര്യയും പ്രതികരിച്ചിരുന്നു. തുടർന്ന് ഇരുവരും പോലീസിനൊപ്പം വീടിനകത്തേക്ക് പോയി. തെളിവെടുപ്പ് അടക്കം കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി. എന്തായാലും ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യമുണ്ടായി. ജാമ്യഹർജി തള്ളിയ കോടതി രാഹുലിനെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. രാഹുലിന് ജാമ്യം അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. രാഹുൽ മങ്കൂട്ടത്തിനെതിരെ നിയമ പോരാട്ടം നടത്തുന്ന അതിജീവിതയെ അധിക്ഷേപിച്ച രാഹുൽ ഈശ്വർ സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവച്ചിരുന്നു. രാഹുൽ ഈശ്വർ സ്ഥിരം കുറ്റവാളിയാണെന്നും രാഹുലിന്റെ ലാപ്ടോപ്പിൽ നിന്ന് വീഡിയോകളും ചിത്രങ്ങളും കണ്ടെടുത്തുവെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കി. ലാപ്ടോപ്പിൽ നിന്ന് രാഹുൽ ചിത്രീകരിച്ച വീഡിയോയും കണ്ടെത്തിയിട്ടുണ്ട്. രാഹുൽ മങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയുടെ ചിത്രങ്ങളടക്കം ലാപ്ടോപ്പിലുണ്ട്. രാഹുൽ ഈശ്വർ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് രാഹുലിന്റെ ജാമ്യഹർജി തള്ളിയത്. അതിജീവിതയെ അപമാനിച്ചതായി പോലീസ് ഹാജരാക്കിയ ദൃശ്യങ്ങൾ അടങ്ങിയ രേഖകൾ അവഗണിക്കാൻ കഴിയില്ലെന്നും അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി നടപടി. ഈ അവസരത്തിൽ ജാമ്യം നൽകുന്നത് സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുമെന്നും കോടതി വ്യക്തമാക്കി. അതേസമയം തന്റെ അറസ്റ്റ് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്ന് രാഹുൽ ഈശ്വർ കോടതിയിൽ വാദിച്ചു. അതേസമയം സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്ന വാദം രാഹുൽ ഈശ്വർ കോടതിയിൽ ഉന്നയിച്ചിരുന്നു. തനിക്ക് നോട്ടീസ് നൽകിയിട്ടില്ലെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ MLA അനുകൂലിച്ച് താൻ വീഡിയോ ചെയ്തത് മാത്രമാണ് പ്രകോപനമെന്നും രാഹുൽ കോടതിയിൽ വാദിച്ചു. അതേസമയം രാഹുൽ മങ്കൂട്ടത്തിൽ അനുകൂലിച്ച് വീഡിയോ ചെയ്യുന്നത് നിർത്തില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കള്ളക്കേസാണ് ഇതെന്നും പുരുഷ കമ്മീഷൻ വരേണ്ടത് അനിവാര്യമാണെന്നും രാഹുലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ, അഭിഭാഷക ദീപ ജോസഫ്, മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രഞ്ജിത പുളിക്കൻ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. ഇവരുടെ അറസ്റ്റിലേക്കും അന്വേഷണ സംഘം നീങ്ങിയേക്കും. അതേസമയം രാഹുൽ ഈശ്വറിന് ജാമ്യം നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാർ മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. അദ്ദേഹം ഇപ്പോ നിലവിൽ റിമാൻഡ് ആയിട്ടുണ്ടെങ്കിലും അദ്ദേഹം 2-3 ദിവസത്തിനകം ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പൂമാലയിട്ട് സ്വീകരിച്ച് അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരും. ഇപ്പൊ ജയിലിലായിപ്പോയി എന്ന് വെച്ചിട്ട് അദ്ദേഹത്തിന് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. ഒരു വീരനായ ഒരു പുരുഷനായിട്ട് അദ്ദേഹം പുറത്തു വരും എന്നുള്ളതിന് യാതൊരു മാറ്റവും. ഇവിടെ അദ്ദേഹം ചെയ്ത തെറ്റെന്താണ് എന്നുള്ളത് നമ്മൾ എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവാത്തൊരു കാര്യമാണ്. കാരണം ഒരു വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭർത്താവിനെ എന്താ പറയാ അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെ ഒരു അന്യപുരുഷനുമായിട്ട് ചങ്ങാത്തം കൂടുകയും അതിൽ നിന്ന് ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുകയും ചെയ്ത സ്ത്രീയുടെ അതിജീവിതയായിട്ട് മാറിയിരിക്കുകയാണ്. ആ അതിജീവിതയുടെ വിവാഹം കഴിഞ്ഞതാണ് അതിജീവിത എന്ന് പറഞ്ഞ ഒരു തെറ്റ് മാത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അത് തെറ്റാണോ? ഇത്രയും മാധ്യമങ്ങളിൽ ഇത്രയും ചർച്ച നടന്നിട്ട് ഈ അതിജീവിത എന്ന് പറയുന്ന സ്ത്രീ വിവാഹം കഴിഞ്ഞതാണ് എന്ന് ഒരിടത്തും പറഞ്ഞു കേട്ടിട്ടില്ല. അത് രാഹുൽ ഈശ്വർ പറഞ്ഞപ്പോഴാണ് നമ്മളെല്ലാവരും അറിഞ്ഞത്. അപ്പോ അദ്ദേഹം ഒരു സത്യം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇനി പല സത്യങ്ങളും അദ്ദേഹം പുറത്ത് പറയും എന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹത്തെ ഇപ്പോ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോ രാഷ്ട്രീയപരമായിട്ട് നമ്മളിപ്പോ നോക്കുമ്പോ ഇപ്പോ ഇലക്ഷൻ വരികയാണ്. ഇനി ഏതാനും ദിവസങ്ങൾ കൂടിയിട്ടേ ഉള്ളൂ. അപ്പൊ ഇലക്ഷൻ വരുന്ന സമയം ഭരണ നേട്ടങ്ങൾ പറഞ്ഞ് ജനങ്ങളെ സമീപിക്കേണ്ട ഒരു സർക്കാർ ഇപ്പോ അത് മാത്രമല്ല, ഈ അയ്യപ്പന്റെ സ്വർണ്ണപ്പാളി മുഴുവൻ അടിച്ചുകൊണ്ട് പോയി എത്രയോ കിലോയാണ് 4.5 കിലോ എന്താണ് സ്വർണം കട്ടുപിടിച്ചത്. അപ്പൊ ഇതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കണ്ടൊരു മറയാണ് ഈ രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത രാഹുൽ ഈശ്വറും. അപ്പൊ ഇനി സ്വാഭാവികമായിട്ട് ഈ സൈബർ ഇടങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി എന്നെ പോലുള്ളവരോ ഒരു സത്യം പറഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് എതിരെ നമ്മൾ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ എല്ലാവരും അറസ്റ്റിലാകും എന്നൊരു മെസ്സേജാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. കാരണം ഒരു ഭീഷണി. പക്ഷെ ഈ ഭീഷണിക്കൊന്നും ഇവിടെ ആരും വില കൊടുക്കുന്നില്ല. ഞങ്ങളൊക്കെ അതിശക്തമായിട്ട് തന്നെ മുന്നോട്ട് വരും. ഒരു രാഹുൽ ഈശ്വർ അകത്തായെങ്കിൽ ഒരുപാട് രാഹുൽ ഈശ്വർമാർ ഇനി കേരളത്തിൽ വരുമെന്നുള്ളതിന് യാതൊരു മാറ്റമില്ല. അപ്പോ ആരെയും ഒതുക്കിക്കളയാമെന്ന് ആരും ചിന്തിക്കേണ്ട. അത് ഭരണകൂടമായിക്കോട്ടെ, പോലീസ് ആയിക്കോട്ടെ, മറ്റ് തലത്തിലുള്ള ഈ പെൺകുട്ടി ആയിക്കോട്ടെ. അപ്പൊ ആരായാലും നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിച്ചേ പറ്റൂ. അവിടെ നിങ്ങളുടെ തെറ്റിനെ വെള്ള പൂശുക എന്ന് പറഞ്ഞാൽ
ഒരുപക്ഷെ ഇന്നത്തെ സർക്കാരും പോലീസും ഒക്കെ അത് ആ വഴി ചെയ്ത് കാണും, ചെയ്യുമായിരിക്കും, ചാനലുകാരും ചെയ്യുമായിരിക്കും. പക്ഷേ ഞങ്ങളെ പോലുള്ളവർ തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായിട്ട് പോരാടുക തന്നെ ചെയ്യും. അത് ഏതറ്റം വരെ പോവേണ്ടിയിരുന്നാലും. ജയിലിൽ നിന്നും പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പോലീസായിട്ടും ജയിലും ഒന്നും ആദ്യമായിട്ടൊന്നുമല്ല കാണുന്നത്. അതുകൊണ്ട് ശക്തമായിട്ട് തന്നെ ഞങ്ങൾ പോവും, പ്രതികരിക്കുകയും ചെയ്യും.